പക്ഷെ ഇപ്പം നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര വൈറലായിട്ട് ഗട്ട് ബാക്ടീരിയനെ നല്ല ഗുഡ് ഗട്ട് ബാക്ടീരിയക്ക് കൊടുക്കാൻ പറ്റുന്ന ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് പല പല സാധനങ്ങൾ ഈ കഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണാമല്ലോ. അല്ല, നമ്മൾക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നതിനനുസരിച്ച് നമുക്ക് ഇത് പറയാൻ പറ്റില്ല. ഇപ്പം എന്നോട് പറഞ്ഞ് കഞ്ഞി കുടിക്കാൻ, കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ കഞ്ഞിയിൽ ബേസിക്കലി കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇപ്പം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഒരു പ്രത്യേക അതാണല്ലോ, അരിയാണല്ലോ. അപ്പോൾ അത് സ്റ്റൊമക്കിൽ അത് ബ്രേക്ക് ഡൗൺ ആവും. എന്നിട്ട് 1 millimeter സൈസിലാണ് അത് പിന്നെ പുറത്തേക്ക് സ്മോൾ ബൗളിലേക്ക് പോകുന്നത്. അപ്പോൾ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ അതിൻ്റെ അബ്സോർപ്ഷൻ തീരുകയാണ്. അതായത് ഭൂഗോളത്തിൽ തന്നെ അബ്സോർപ്ഷൻ തീരുകയാണ്. അപ്പോൾ അത് എത്രത്തോളം അത് ഇപ്പോൾ ബാക്ടീരിയ മുഴുവനുള്ളത് എവിടെയാണ്? ലാർജ് ബൗളിലാണ്. ഇപ്പോൾ ബാക്ടീരിയ, ഇപ്പോൾ ഈ ഫ്രണ്ട്ലി ഗട്ട് ബാക്ടീരിയ എന്ന് പറഞ്ഞത് ബേസിക്കലി ലാർജ് ബൗൾ, വൻകുടലേ ഉള്ളൂ. ബാക്കിയുള്ളിടത്തൊന്നും ബാക്ടീരിയ ഇല്ല, സ്മോൾ ബൗളിലൊന്നും ബാക്ടീരിയ ഇല്ല. അപ്പോൾ ഈ കഞ്ഞി കുടിച്ചാൽ അതിൻ്റെ ഒരു അംശം പോലും വൻകുടലിൽ എത്തുന്നില്ല. 99 to 100% കാർബോഹൈഡ്രേറ്റ് അബ്സോർപ്ഷൻ പ്രോക്സിമൽ സ്മോൾ ബൗൾ, ഡുവോഡിനം കഴിഞ്ഞാൽ ജജനത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പരിപാടി തീരും. പിന്നെന്താ ബാക്കി റെസിഡ്യൂകളൊന്നുമില്ല. അപ്പൊ ഈ ഗട്ട് ബാക്ടീരിയക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല, പറ്റിക്കലാണ്. നമ്മൾ അങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് കൊള്ളാം, ഇതെന്താണ് നമ്മുടെ വയറിനൊരു സുഖം കിട്ടുന്നല്ലാണ്ട് ഗട്ട് ബാക്ടീരിയക്ക് പ്രശ്നം വ്യത്യാസം ഉണ്ടാവുമ്പോൾ. കഞ്ഞി കുടിച്ചാൽ ലൈറ്റ് ആയിരിക്കും. കാര്യം എന്താ പറയുമ്പോൾ കഞ്ഞിയിലൊന്നുമില്ല, വേറെ ദഹിപ്പിക്കാൻ വയറിന് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെ ചോറ്, അതായത് ചുമന്നരി കഴിക്കുമ്പോൾ വയറിങ്ങനെ കുറച്ച് ഒന്ന് ബ്ലോട്ട് ചെയ്യും, അതൊരു സുഖമില്ലായ്മ ഉണ്ടാവും. അതേസമയം ഈ പൊന്നിയരി എന്ന് പറഞ്ഞ് വാങ്ങുന്ന വൈറ്റ് റൈസ് ഉണ്ടല്ലോ, അത് കഴിച്ച് 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. അതിന് കാരണം വെച്ചാൽ പൊന്നിയരി പോളിഷ്ഡാണ്, അതുമേ തവിടയില്ല. അപ്പോൾ അതിനെ ദഹിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അത് പെട്ടെന്ന് ഇപ്പോൾ വയറ് ലൈറ്റ് ആവും, കാരണം അത് ജജനത്തിൽ തന്നെ കംപ്ലീറ്റ് അബ്സോർപ്ഷൻ കഴിയും. അതേസമയം ഈ നമ്മളുടെ ചുമന്നരിയിൽ തവിടുണ്ട്, അതാണല്ലോ ചുമന്ന കളർ. തവിട് അത്ര ഡൈജസ്റ്റബിൾ അല്ല. അപ്പോൾ വയറെപ്പോഴും ഇങ്ങനെ ഒരു ഇതുപോലെ ഇരിക്കും, ഫിൽഡ് ആയിട്ടിരിക്കും. സോ സെയിം തിങ്. അപ്പം നമ്മൾ വിചാരിക്കും ഗട്ട് ബാക്ടീരിയ അബ്സോർപ്ഷൻ കഴിഞ്ഞു, വേറെ ഒന്നുമില്ല അതിൻ്റെ ഒരു. ഓക്കെ, ഇപ്പോൾ ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാം, നമ്മുടെ ഗട്ട് ബാക്ടീരിയയിൽ ഗുഡ് ഗട്ട് ബാക്ടീരിയ നമുക്ക് വേണമെന്നാണല്ലോ പറയുക. അങ്ങനെ നമ്മുടെ ഗട്ട് ബാക്ടീരിയനെ, നല്ല ഗട്ട് ബാക്ടീരിയനെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ, ഹാബിറ്റുകളുണ്ടോ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഈ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിഗ്നേച്ചർ പോലെയാണ്. അപ്പോൾ നമുക്കതിനെ ഒരുപാടൊന്നും മാറ്റിയെടുക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ റാഡിക്കലായിട്ട് നമ്മൾ പ്രൊലോങ്ഡ് ആൻറ്റിബയോട്ടിക്സ് എല്ലാം കൊടുത്ത് ബാക്ടീരിയനെ കൊന്ന് പുതിയ ബാക്ടീരിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെ പുതിയൊരു ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി ഡിഫിക്കൽട്ടാണത്. ഇതിന് ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ കുറേ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഫീക്കൽ മൈക്രോബയോട്ട, ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ മലത്തിൽ നിന്ന് അവൻ്റെ ബാക്ടീരിയനെ വേർതിരിച്ച് അത് ഈ അസുഖമുള്ള ആൾക്കാരുടെ കുടലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫീക്കൽ മൈക്രോബയോട്ട ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അത് ഈ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ്, അതായത് ക്രോൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ അതിൻ്റെയൊക്കെ റിസൾട്ട്സ് അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, റിസർച്ച് നടന്നപ്പോൾ ക്ലിനിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഒരു ഡെഫിനറ്റീവ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ട്ലി ഗട്ട് ബാക്ടീരിയ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു റിയലിസ്റ്റിക് ടേംസിൽ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പിന്നെ നമുക്ക് കുറച്ച് തൈര് കഴിക്കുക, തൈരിൽ കുറച്ച് നല്ല ബാക്ടീരിയ ഉണ്ടാവും. അങ്ങനെ കുറച്ചും കൂടെ ഒരു വെജിറ്റേറിയൻ ഫുഡ് ആകുമ്പോൾ വയറിന് ഇത്ര ഈ കോൺസ്റ്റിപ്പേഷനൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ തന്നെ പേഷ്യൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു ചേഞ്ച്, വയറ് കുറച്ച് ലൈറ്റ് ആവും അല്ലേ? അത്ര വ്യത്യാസം നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റുള്ളൂ.